ആനന്ദ, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. ഞാൻ ഏറെ ആലോചിച്ചെടുത്ത തീരുമാനമാണിത്. അതുകൊണ്ട് വെറുതെ എന്നെ നിർബന്ധിക്കേണ്ട. എനിക്കതിന് കഴിയില്ല. ദയവ് ചെയ്ത് ആനന്ദനത് ഉൾക്കൊള്ളണം, പ്ലീസ്. ദേവു, ഞാൻ മലകി മലകി കുട്ടാ, മലക അമ്പലത്തിൽ വന്നാണോ? ഇതാരാ? ഇതെന്റെ ഫ്രണ്ടാ. കൊള്ളാലോ, നല്ല ഫ്രണ്ട്. മലാകെ, എനിക്ക് കുറിയിട്ട് തരുമോ? പിന്നെന്താ? നല്ലൊരു ചെറുപ്പക്കാരൻ. എന്തു പറ്റിയാക്ക്? മലകയുടെ ഫ്രണ്ടിന്റെ പേരെന്താ? ആനന്ദൻ. 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 അല്ല, ആരായത്? ഇത് കുട്ടൻ. മേഘമലയിൽ വെച്ച് ഞങ്ങൾ പരിചയപ്പെട്ടത്. കുട്ടന്റെ നാട് ഇവിടെ തന്നെയാ. ഞാൻ കുട്ടൻ. ഇതെന്റെ മാലാഖയാ. കുട്ടൻ തനിച്ചാണോ വന്നേ? അല്ല, ഞാൻ മുത്തശ്ശിയുടെ ഒപ്പം വന്നേ. മാലാഖ എന്റെ മുത്തശ്ശിയെ കണ്ടിട്ടില്ലല്ലോ. എന്നാ ഞാനിപ്പോ മുത്തശ്ശിയെ വിളിച്ചോണ്ടിരാം. ഇവിടെ നിക്കണേ. ടാറ്റാ. അമ്മേ മഹാമായി. മുത്തശ്ശി, പുറത്തിന്റെ മാലാഖ വന്നിട്ടുണ്ട്. മാലാഖയോ? ആ, മാലാഖ. മുത്തശ്ശി വേം വാ, ഞാൻ മല കാണിച്ചു തരാം. എന്റെ മല കണ്ടേ? കാണണം. വാ. കുട്ടിക്കാലത്തെ കളിക്കൂട്ടുകാരായിരുന്ന നമ്മൾ രണ്ടുപേരും വീണ്ടും കണ്ടത് ഒരു നിമിത്തമാ. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം നിനക്ക് ഞാനെന്നും എനിക്ക് നീയെന്നും നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാവും വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായത്. തൻ്റെ പ്രശ്നങ്ങളൊന്നും ഇനി മുതൽ തൻ്റേത് മാത്രമല്ല, എല്ലാം നമുക്ക് ഒരുമിച്ച് നേരിടാം. അതൊന്നും വേണ്ട. എന്റെ പ്രശ്നങ്ങൾ ഞാൻ തന്നെ നേരിട്ടോളാം. അതിലെനിക്ക് പ്രയാസമൊന്നുമില്ല. അച്ഛന്റെ മരണശേഷം കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയതാ ഞാൻ. ഇപ്പൊ അത് ശീലായി. ഞാൻ പറഞ്ഞില്ലേ, എന്റെ സന്തോഷത്തെക്കാളും എനിക്ക് വലുത് എന്റെ കുടുംബത്തിന്റെ സമാധാനവും സന്തോഷവുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുക, എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. ഇത് വിമലാൻ്റെ ഇട്ടുതന്ന വളയാ. ഇതിനി എന്റെ കയ്യിൽ വേണ്ട. അത് ഊരണ്ട, അത് ഈ കൈ തന്നെ കിടന്നോട്ടെ. ആനന്ദ, ഞാൻ പറയുന്നത്. വേണ്ട, ഇപ്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതൊന്നും ദൈവന്റെ ചെവി കയറില്ല. കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. ഒന്നുകൂടൊന്ന് ശരിക്കും ആലോചിക്കാം.